താഴ്വാരം ഹൃദയരാഗം നീട്ടിടും നീ സ്നേഹകൂടാരം ഷാലോം ടി വി പ്രേക്ഷകർക്ക് ലവ് ഡേയിലേക്ക് സ്നേഹം പൂക്കുന്ന ഈ താഴ്വരയിലേക്ക് സ്വാഗതം. നമ്മളുടെ കുടുംബങ്ങളിൽ നാം അനുഭവിക്കുന്ന സ്നേഹത്തിൻ്റെ സന്തോഷം സഭയുടെയും സന്തോഷമാണ്. നമ്മളുടെ അനുദിന ജീവിതത്തിൽ കുടുംബങ്ങളിൽ നാം അനുഭവിക്കുന്ന സങ്കടങ്ങളിലും വേദനകളിലും സന്തോഷങ്ങളിലുമൊക്കെ നമുക്ക് സഹായമാകുവാനായിട്ട് മാർപ്പാപ്പ ഏറെ സ്നേഹത്തോടെ സമ്മാനിച്ച അപ്പസ്തോലിക ആഹ്വാനമാണ് സ്നേഹത്തിൻ്റെ സന്തോഷം. നമ്മളുടെ കുടുംബങ്ങളിൽ കുറേ കൂടി സന്തോഷം അനുഭവിക്കാൻ വേണ്ടി ഉതകുന്ന ചിന്തകളും ചർച്ചകളുമാണ് ഈ വേദിയിൽ നാം ഒരുക്കുന്നത്. നമുക്ക് ഇന്നത്തെ ചർച്ചയ്ക്ക് എത്തിയിരിക്കുന്ന വിശിഷ്ടാതിഥികളെ പരിചയപ്പെടാം. ഏറ്റവും ആദ്യമായി നമുക്ക് സുപരിചിതനായ ബഹുമാനപ്പെട്ട വർഗീസ് കുത്തൂരച്ചൻ. അച്ഛൻ സെൻറ് തോമസ് കോളേജിൻ്റെ എക്സിക്യൂട്ടീവ് മാനേജറും കുടുംബ ബന്ധങ്ങളിൽ ഏറെ ഇടപെടുകയും കുടുംബങ്ങളെ ശക്തിപ്പെടുത്താനായിട്ട് സമയം ചെലവഴിക്കുകയും ചെയ്യുന്നു. കുത്തൂരച്ചനെ ഏറ്റവും സ്നേഹത്തോടെ ഈ ചർച്ചയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. അടുത്തതായി ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള ഡോക്ടർ ടോണിയെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഡോക്ടർ ടോണി പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ എല്ലുരോഗ വിദഗ്ധനും തൃശൂർ അതിരൂപതയിലെ സമർപ്പിത സമൂഹങ്ങൾക്ക് വേണ്ടിയുള്ള ലോഫ് എന്ന സംഘടനയുടെ പ്രസിഡന്റുമാണ്. ഡോക്ടർ ടോണിയെ ഇന്നത്തെ ചർച്ചയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മൾ സ്വാഗതം ചെയ്യുന്നത് ഡോക്ടർ കെ എം ഫ്രാൻസിസ് സാറ് ഈ ചർച്ചയിൽ സജീവ സാന്നിധ്യമാണ്. സെൻറ് തോമസ് കോളേജിൻ്റെ മുൻ വൈസ് പ്രിൻസിപ്പളാണ് സാറ്. അതുപോലെ തന്നെ സുപ്രസിദ്ധ വചനപ്രഘോഷകനുമായി അനേകം വേദികളെ സമ്പന്നമാക്കിയിരിക്കുന്ന ഡോക്ടർ കെ എം ഫ്രാൻസിസ് സാറിനെ ഈ ചർച്ചയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്നത് വൈകാരികത നമ്മുടെ കുടുംബങ്ങളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. ഈ പുസ്തകത്തിൽ പാപ്പ പറയുന്നുണ്ട്, എല്ലാ വിവാഹ ജീവിതത്തിലും വികാരങ്ങൾക്ക് സുപ്രധാന സ്ഥാനമുണ്ട്. പലപ്പോഴും ഇന്ന് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ നമ്മൾ കേൾക്കുന്ന ഒരു പരാതിയാണ്, വേണ്ടതുപോലെ എന്നെ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ വികാരങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്നുണ്ട്. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് കുടുംബ ജീവിതത്തിലെ വികാരം എക്സ്പ്രസ് ചെയ്യാൻ, വികാരങ്ങൾ ആവശ്യം സമയത്ത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് അത് ദൈവം തന്നിട്ടുള്ള കഴിവാണെന്നും അത് സുപ്രധാനമാണെന്നുമുള്ള ഒരു ചിന്തയാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ചയ്ക്ക് വിഷയമാകുക. ഈ ചർച്ചയിലേക്ക് ഒരിക്കൽ കൂടെ ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് വികാരങ്ങളാണ്. അപ്പോൾ മാർപ്പാപ്പ പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്, വിവാഹ ജീവിതത്തിൽ ഈ വികാരങ്ങൾക്ക് സുപ്രധാനമായൊരു പങ്കുണ്ട്. അതിൽ തന്നെ മാർപ്പാപ്പ തീവ്ര വികാരങ്ങൾ എന്നൊരു വാക്ക് എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് പാപ്പ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? വികാരം എന്ന വാക്കിന് മലയാള ഭാഷയിൽ മാറ്റം എന്നേ അർത്ഥമുള്ളൂ, മാറ്റം. പക്ഷേ അത് ഇംഗ്ലീഷ് പദത്തിലേക്ക് പോകുമ്പോൾ ഇമോഷൻസ്, പാഷൻ. എന്താണ് മനുഷ്യൻ്റെ ഇമോഷൻസ്? ഇപ്പോൾ പലപ്പോഴും നമുക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇമോഷണൽ ക്വോഷ്യൻറ്റ്. അത് വിദ്യാർത്ഥികളിൽ നഷ്ടപ്പെട്ടു പോകണു, പാരൻസിൽ നഷ്ടപ്പെട്ടു പോകണു, വൈകാരിക പക്വത. അപ്പോൾ ആ ഇമോഷണൽ അല്ലെങ്കിൽ വൈകാരികത എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും മനുഷ്യൻ്റെ ചില സ്വഭാവങ്ങളാണ്. ഉദാഹരണത്തിന് സങ്കടം വരുന്നു, സന്തോഷം വരുന്നു, ദുഃഖം വരുന്നു, ദേഷ്യം വരുന്നു. ഇത്തരത്തിലുള്ള വികാരങ്ങളെയാണ് തീവ്ര വികാരങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. ഈ വികാരങ്ങൾ പരിശുദ്ധ പിതാവ് പറയുന്നത് തന്നിൽ തന്നെ പാപമോ പുണ്യമോ അല്ല. വിശപ്പ് പോലെ മനുഷ്യനിൽ ദൈവം തന്നിട്ടുള്ള ഒരു മോറലി ന്യൂട്രലായിട്ടുള്ള അല്ലെങ്കിൽ ധാർമ്മികമായി നിഷ്പക്ഷമായിട്ടുള്ള ഒരു സ്വഭാവം, വിശപ്പ് പോലെ. വികാരങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് അതിൽ തന്നെ തെറ്റല്ല. വികാരം വരുമ്പോഴേക്കും ആകെ അയ്യോ അത് ചിലപ്പോൾ ആളുകൾ കരയും, ചിലപ്പോൾ ആളുകൾ ചിരിക്കും,
ഈ പൊട്ടിച്ചിരിക്കുന്നത് തന്നെ ഒരു ആരോഗ്യമുള്ള മനസ്സിൻ്റെ ലക്ഷണമാണ്. ചിലർ തമാശ കേട്ടാൽ ഇങ്ങനെ മരം പോലെ ഇരിക്കും, അതിൻ്റെ അർത്ഥം ആൾ മനോരോഗിയാണെന്നാണ്. കരയണതും ആവശ്യമാണ്. ആ കരയണ ചിലപ്പോൾ മനുഷ്യന്റെ ഒരു റിലീസിന്റെ ഭാഗമാണ്. ഇപ്പോൾ ഒരു അമ്മ ഒരു കുട്ടിയുടെ ശവമഞ്ചത്തിൻ്റെ മുമ്പിൽ ആ കുട്ടി മരിച്ചു എന്ന് അറിഞ്ഞ നിമിഷം മുതൽ ശവം സംസ്കാരം വരെ കരഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ അമ്മയുടെ ജീവിതം കട്ടപ്പുകയാണെന്നാണ് അർത്ഥം. എവിടെയോ സപ്രസ് ചെയ്യാണ്, പ്രകടിപ്പിക്കേണ്ട രീതിയിൽ അത് പ്രകടിപ്പിക്കണില്ല. ഇവിടെ പാപ്പ പറയണേ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മറ്റൊരു വ്യക്തിയുടെ സാന്നിധ്യം ഉണ്ടാവുകയും ആ വ്യക്തി ജീവിതത്തിന്റെ ഭാഗമായി തീരുകയും ചെയ്യുമ്പോൾ ആ വികാരങ്ങൾ, ഈ തീവ്ര വികാരങ്ങൾ ഉണർത്തപ്പെടുന്നു പറയുന്നത്. അപ്പം ഇതാണ് വികാരത്തെ കുറിച്ച് പറയാനുള്ളത്. എന്താണ് വികാരങ്ങൾ എന്നതിനെ കുറിച്ച് എനിക്ക് തോന്നണ ഡോക്ടർക്കും ഈ ജീവിതത്തിലെ വികാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അല്ലെ, നമ്മുടെ കുടുംബജീവിതത്തിലൊക്കെ ഇപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളിത് എക്സ്പ്രസ് ചെയ്യേണ്ടതാണ് അല്ലേ. ഇപ്പോൾ വയസ്സായാലും മക്കളായാലും എല്ലാവരും ഈ ഒരു വികാരം എക്സ്പ്രസ് ചെയ്യുന്നത് ആഗ്രഹിക്കുന്നുണ്ടെന്നോ. കുടുംബജീവിതത്തിൽ സ്നേഹം പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നത് ഈ വികാരങ്ങൾ നമുക്കുള്ളത് കൊണ്ടാണ്. അപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഈ വികാരങ്ങളെ വേണ്ട വിധത്തിൽ അവതരിപ്പിക്കുക, അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ അത് പ്രകടിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. എൻ്റെ മോള് ഇടയ്ക്കൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, അപ്പ ഹഗ് മീ, എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കും. ഞാൻ അവളെ കെട്ടിപ്പിടിക്കും. അപ്പോൾ പറയും, ഓ അപ്പൻ്റെ ഹഗ് എന്തൊരു സുഖ, ഇങ്ങനെ ഒന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കാൻ എന്നവൾ കൃത്യമായിട്ട് പറയും. അപ്പോൾ ആ ഒരു കെട്ടിപ്പിടുത്തത്തിലൂടെ അവളിലേക്ക് പകരുന്നത് എൻ്റെ സ്നേഹമാണ്, അല്ലെങ്കിൽ അവളുടെ സ്നേഹമാണ് അവൾ ആ കെട്ടിപ്പിടുത്തം ആവശ്യപ്പെടുന്നതിലൂടെ. വാത്സല്യം, കുഞ്ഞുങ്ങളോട് നമ്മളെ കാണിക്കുന്ന വാത്സല്യം അവരുടെ പ്രായത്തിൽ അത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. അത് അവര് സ്നേഹിക്കപ്പെടുന്നു എന്നൊരു തോന്നലാണ്. ഇത് വയസ്സായ ആളുകൾക്ക് ഇതേപോലെ ഉണ്ട് അല്ലേ. ഇതേ കാര്യം തന്നെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും ആപ്ലിക്കബിൾ ആണ്. കാരണം ഭാര്യ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടാവും, എൻ്റെ ഭർത്താവ് എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചിരുന്ന, അല്ലെങ്കിൽ ഒന്ന് ചേർത്ത് നിർത്തിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരുമിച്ചൊന്ന് കൈപിടിച്ച് നടക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ചിലപ്പോൾ ഭാര്യ ആഗ്രഹിക്കുന്നുണ്ടാവും. പലപ്പോഴും പല ഭർത്താക്കന്മാരും ഇത് മറന്നു പോകുന്നു. അല്ലെങ്കിൽ ഭർത്താവ് ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവും, എൻ്റെ ഭാര്യ എന്നെ ഒന്ന് കെയറസ് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് ശുശ്രൂഷിച്ചിരുന്നെങ്കിൽ, ഒന്ന് തൊട്ടിരുന്നെങ്കിൽ. വേറെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നതിലോ അല്ലെങ്കിൽ കുറെ കാശ് പണം ചെലവഴിക്കുന്നതിലോ അല്ല, ഇതൊരു എക്സ്പ്രഷനിലൂടെ തന്നെ ഒരുപക്ഷെ വലിയ ഹീലിംഗ് അല്ലെങ്കിൽ വലിയ സംതൃപ്തിയിലേക്ക് ഈ ഭാര്യ ഭർത്താക്കന്മാരോ മക്കളോ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അല്ല, ഇത് ഒരിക്കൽ ഒരു ഭാര്യയും ഭർത്താവും വഴക്കടിച്ച് മനഃശാസ്ത്രജ്ഞൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇടയ്ക്ക് ഹോട്ടലിൽ കൊണ്ടുപോയി മസാല ദോശ മേടിച്ചു കൊടുക്കുക, പിന്നെ ഇടയ്ക്ക് ടൂറ് കൊണ്ടുപോവുക, വല്ലപ്പോഴും സാരി മേടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ മേടിച്ചു കൊടുക്കുമ്പോഴും ഈ ഭാര്യ പറയുന്നത് നിങ്ങൾ വേറെ എന്തോ കള്ളോദ്ദേശം വെച്ചിട്ട് അത് ചെയ്യണമെന്നാണ്. കാരണം ഇത് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞു, സ്നേഹം എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ മാർഗം വികാരമാണ്. ഞാൻ വൈദിക സെമിനാരി പരിശീലനത്തിലുണ്ടായിരുന്നു കുറച്ചു കാലം. അപ്പം ഞാൻ വളരെ ചുരുക്കമായിട്ടെങ്കിലും ചെയ്തിരുന്നൊരു കാര്യം ഇതാണ്. ഒത്തിരി അപ്സെറ്റായിട്ട്, ചിലപ്പോൾ വീട്ടിലെ പ്രശ്നങ്ങളുടെ പേരിലാകാം, പഠിക്കാൻ പറ്റാത്തതിൻ്റെ പേരിലുള്ള കുറേ വിഷമങ്ങളാകാം, അവർ വന്ന് സങ്കടം പറയുമ്പോൾ കുറേ കേട്ട് സംസാരിച്ചിട്ട് അവർ പോകുമ്പോൾ ഞാൻ അവരുടെ ചിലപ്പോൾ ഒരു നെറ്റിയിൽ വളരെ കരുതലോടുകൂടെ ഒരു ഉമ്മ കൊടുക്കും. പിന്നീട് ആ വ്യക്തി പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ പറഞ്ഞതിനേക്കാൾ ആ ഒരു നിമിഷം എൻ്റെ മനസ്സിലുണ്ടാക്കിയ ഒരു സ്നേഹത്തിൻ്റെ ഒരു വൈബ്രേഷൻ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വൈബ്രേഷനാണെന്നൊക്കെ. ഈ മാർപ്പാപ്പ പലപ്പോഴും ഈ ആളുകളെ ഇങ്ങനെ ഹഗ് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ വളരെ വളരെ എളുപ്പത്തിൽ ആ വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാനതുപോലെ ഈ അടുത്ത ദിവസങ്ങൾ കേട്ടൊരു കാര്യം എനിക്ക് കേട്ട് ഭയങ്കര അത്ഭുതം തോന്നി. എൻ്റെ ഒരു സഹപ്രവർത്തകർ പറഞ്ഞതാണ്, ആളുടെ അമ്മയ്ക്ക് വയസ്സായി, 3 പെൺമക്കളാണുള്ളത്. അപ്പോൾ അമ്മ എത്ര നോക്കിയാലും ആരൊക്കെ നോക്കിയാലും അമ്മ സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ ആളൊരു സൂത്രം കണ്ടുപിടിച്ചത്, ആൾ 1 മാസം ലീവ് എടുത്തു. ആളൊരു അധ്യാപികയാണ്. 1 മാസം ലീവ് എടുത്തിട്ട് ആൾ ചെയ്ത കാര്യം ആൾ പറയാം, അവർ നോക്കുന്നതിനേക്കാൾ ഒരു പക്ഷേ കുറവേ ഞാൻ നോക്കണുള്ളൂ, പക്ഷെ ഞാൻ ചെയ്യേണ്ട കാര്യം രാവിലെ വേഗം ജോലികളൊക്കെ തീർത്ത് വെച്ചിട്ട് അമ്മയുടെ കൂടെ, അമ്മ കിടപ്പ് രോഗിയാണ്, അമ്മയുടെ കൂടെ കട്ടുമ്പോൾ കയറി കിടന്നിട്ട് അമ്മേനെ ഒന്ന് വെറുതെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു. അതോടുകൂടി ആളുടെ എല്ലാ പരാതികളും തീർന്നു. ടീച്ചർ പറയായിരുന്നു, 1 മാസം ആ ലീവ് തീരുന്നതിനേക്കാൾ മുമ്പ് അമ്മ മരിച്ചു. പക്ഷെ ആ ഒരു എനിക്കത് ഭയങ്കര അത്ഭുതം തോന്നി. ശരിക്കും നമുക്ക് പ്രാക്ടിക്കലി ഇത് ഈ വികാരങ്ങളെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പൗലോസ്ലീഹ പറയുന്നൊരു വചനമുണ്ട്, കരയുന്നവരോട് കൂടി നീ കരയണം,
ചിരിക്കുന്നവരോട് കൂടി നീ ചിരിക്കണം. അപ്പോൾ ഏറ്റവും മനുഷ്യനിലുള്ള ഏറ്റവും പോസിറ്റീവായിട്ടുള്ള 2 വികാരമാണ് കരച്ചിലും ചിരിയും. ഇപ്പോൾ ഒരു സിനിമ ഫ്രെയിം ചെയ്യുന്നത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയേ. ആദ്യം ആ കഥാപാത്രം ഇങ്ങനെ തമാശ പറഞ്ഞ് ചിരിച്ച് വരും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഒരു സെൻറ്റിമെൻ്റൽ വരും. അപ്പോൾ കാണുന്ന കാണികളൊക്കെ തമാശ പറയുമ്പോൾ ചിരിക്കും, സെൻറ്റിമെൻ്റൽ വരുമ്പോൾ കരയും. അതിനെ മാർക്കറ്റ് ചെയ്യുന്നതാണ് ഈ സിനിമ. ഇത് വീട്ടിൽ പ്രയോഗിക്കാൻ പറ്റില്ല. പക്ഷേ പലപ്പോഴും നമ്മുടെ കുടുംബജീവിതങ്ങളിൽ ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ മുൻപിലിരിക്കുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇത് നമ്മുടെ വിവാഹ ജീവിതത്തിലെ കുടുംബജീവിതത്തിലെ ഒരു പ്രായോഗിക തലത്തിൽ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് പാപ്പയോട് പറയുന്നത്. ഒരു പക്ഷേ നമുക്ക് ഇത് അനുഭവിക്കാൻ പറ്റും നമ്മുടെ മക്കൾ പരീക്ഷയിൽ തോറ്റു വരുമ്പോഴൊക്കെയാണ് അല്ലേ. അങ്ങനെ തോറ്റു വരുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ എന്താ ചെയ്യുക? എല്ലാവരും വഴക്ക് പറയും, കുറേ വഴക്ക് പറയും. നിനക്കൊക്കെ പഠിച്ചുകൂടെ, പഠിക്കാനുള്ള നേരത്തെ കളിച്ച് നടന്നിട്ടല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വഴക്ക് പറയും. പക്ഷെ അതിന് പകരം നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിലോ, സാറിലടാ ഒത്തിരി പേരിങ്ങനെ തോറ്റവരൊക്കെ ഉണ്ട്. നമുക്ക് 1-2 ഉദാഹരണങ്ങളൊക്കെ ഓർമ്മയിലുണ്ടെങ്കിൽ നമ്മുടെ തോമസ് ആൽവ എഡിസണോ അല്ലെങ്കിൽ അതുപോലുള്ള ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പലരും പരാജയപ്പെട്ടിട്ടുണ്ടാ. പക്ഷെ പിന്നീട് അവർ അധ്വാനിച്ച് വിജയത്തിലേക്ക് എത്താൻ പറ്റിയെന്ന് ഞാൻ ഈ സിറ്റുവേഷൻ ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഓർക്കുകയാണ്. ഞാൻ എൻ്റെ ഫൈനൽ ഇയർ പരീക്ഷ നടക്കുന്ന സമയത്ത് എൻ്റെ ഫസ്റ്റ് ഇയർ, ഞാൻ മുമ്പ് ഒരു തവണ ഇത് പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് ദിവസത്തെ പരീക്ഷ അത് വളരെ ടഫായിരുന്നു. ഞാനത് ഭയങ്കര ഡിപ്രസ്ഡാണ്. അത് കഴിഞ്ഞ് ഞാൻ ഭയങ്കര സങ്കടപ്പെട്ട് കരച്ചിലിൻ്റെ വക്കോളം എത്തി വീട്ടിൽ വരുന്ന സമയത്ത് ഞാൻ ഓർക്കാം അമ്മ എന്നോട് പറഞ്ഞ വാക്കുകൾ, സാരമില്ല പോട്ടെ, നീ അത് കുഴപ്പമില്ല, നീ ഇനിയുള്ള പരീക്ഷ നന്നായിട്ട് എഴുതാൻ പറ്റുമോ നോക്ക് എന്ന് പറഞ്ഞ അമ്മയുടെ ആ ഒരു ആശ്വാസം, എൻ്റെ ദുഃഖത്തിലേക്ക് അമ്മ പങ്കുചേർന്ന് എന്നെ മനസ്സിലാക്കി ഒട്ടും വഴക്ക് പറയാതെ എന്നെ സ്വീകരിച്ച ആ ഒരു രംഗം ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ സാറേ അത് കഴിഞ്ഞ് ബാക്കി എല്ലാ പരീക്ഷകളും ഞാൻ എഴുതി. അത് ആ ഒരു പോസിറ്റീവ് സ്ട്രോക്ക് ആയിരുന്നു എന്നെ സഹായിച്ചത്. അല്ല, ഇപ്പം നിങ്ങൾ 2 പേരും പറഞ്ഞത് ആദ്യം അവരെ സമാധാനിപ്പിക്കണം എന്നല്ലേ. ഇപ്പോൾ എൻ്റെ പരാജയം എവിടെയൊക്കെ എടുക്കുന്നതെന്ന് ഞാൻ പരിശോധിക്കുകയാണ് ഇതിൻ്റെ വെളിച്ചത്തിൽ. ആ പരാജയം ഇതാണ്, എൻ്റെ മക്കൾക്ക് പരാജയം ഉണ്ടാകുമ്പോൾ ആദ്യം ഞാൻ നേരിട്ട് ചീത്ത പറയാണ്, അങ്ങനെ ചെയ്യാതെ തെറ്റി, ഇങ്ങനെ ചെയ്ത് തെറ്റി. അത് കഴിഞ്ഞ് എൻ്റെ ദേഷ്യം തീരുമ്പോൾ അതൊന്നും സാരിയുടെ മോനെ നമുക്ക് വീണ്ടും അപ്പോൾ എന്താ പ്രശ്നം ഉണ്ടാവണമെന്ന് വെച്ചാൽ ആദ്യം അവർക്ക് കേൾക്കാനുള്ള മനസ്സിനെ നമ്മൾ തകർത്ത് കളഞ്ഞു. പിന്നെ ഞാൻ പറയുന്ന ഒരു ഉപദേശവും കേൾക്കണില്ലേ. അപ്പം നിങ്ങൾ പറഞ്ഞതാണ് യഥാർത്ഥ ഓർഡർ. പക്ഷേ നേരെ തിരിച്ചാണ് ചെയ്യണത് ഇപ്പോൾ സംഭവിക്കണേ. ഇപ്പോൾ യേശു ക്രിസ്തു ആദ്യം പറയുന്നത് കുറ്റപ്പെടുത്തി സംസാരിച്ച പിന്നെ അവള് കേൾക്കില്ല കർത്താവ് പറയണത്. അപ്പൊ കുടുംബജീവിതത്തിലെ ഈ വികാരങ്ങളുടെ പ്രകടനം, പ്രതിഫലനം അത് വളരെ സ്വാഭാവികമാണെന്നും അത് കുടുംബജീവിതത്തിൻ്റെ ആ മുന്നോട്ടുള്ള നല്ല യാത്രയിൽ അത് ആവശ്യമാണെന്നുമാണ് പാപ്പ ഇവിടെ പറയുക. നമ്മൾ ഇപ്പോൾ ഒരു ക്ലിപ്പിംഗ് ശ്രദ്ധിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്ലിപ്പിംഗ് നമ്മൾ കാണുന്നു. നമുക്കതിലേക്ക് അവരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. എൻ്റെ ജീവിതത്തിലുള്ള ഞാൻ ഗുഡ്ഷപ്പേഡ് റിട്രീറ്റ് സെൻറ്ററിൽ ധ്യാനത്തിനായിട്ട് അച്ഛൻ്റെ കൂടെ അങ്ങനെ പോകാറുണ്ട്. അങ്ങനെ പോയി തിരിച്ചു വരണ സമയത്ത് ജീവിത പങ്കാളി ചില സമയത്ത് ചോദിക്കും ഇനി എന്നാണ് പോക്ക്. അത് ഉള്ളിൻ്റെ ഉള്ളിൽ ചില സമയത്ത് ഒരു വിഷമവും നീരസത്തോടു കൂടിയിട്ടാണ് ചോദിക്കുക. പക്ഷെ പലപ്പോഴും ഞാനങ്ങനെ ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കാറെന്ന്. പക്ഷേ പിന്നീട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് മുന്നോട്ട് കടന്നു വന്നപ്പോൾ, പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ കർത്താവ് ഇങ്ങനെ ഒരു ചിന്ത തന്നു. അത് എൻ്റെ ആ ഒരു ചോദ്യമാണ് അടുത്ത എൻ്റെ ഒരു അഭിഷേകത്തിനുള്ള വക എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ പിന്നീട് തിരിച്ചു വരുമ്പോൾ എന്ത് പറയുമ്പോഴും അത് സ്നേഹത്തോടെ സ്വീകരിക്കാനുള്ള ഒരു മനോഭാവം എന്നിലൂടെ ഉടലെടുക്കാൻ തുടങ്ങി. കാരണം അത് പറയുന്നത് എനിക്ക് അടുത്തൊരു അഭിഷേകത്തിന്, അടുത്തൊരു ഉണർവിന് ഒരു കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു കൂട്ടുകാരൻ്റെ വിവാഹത്തിന് പോയി വരുമ്പോഴാണ് ഞങ്ങൾക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായത്. ആക്സിഡൻറ്റിന് ചൂണ്ടയിലെത്തിച്ചു, അവിടെ നിന്ന് ഞങ്ങൾ അമലയിലെത്തിച്ചു. അങ്ങനെ കിടക്കുമ്പോഴാണ് കാലിന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞത് ഡോക്ടർ. അന്ന് അതിന് വേണ്ടിയിട്ട് മൊത്തം അവർ
ചെക്കപ്പൊക്കെ കഴിഞ്ഞ് സ്കാൻ ചെയ്തു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഈ കാലിൻ്റെ ഓപ്പറേഷനൊന്നും ചെയ്യാൻ ഇപ്പോൾ കഴിയില്ല. ഈ കുട്ടിക്ക് ഇവിടെ ലെൻസിൻ്റെ ഭാഗത്തായിട്ട് ഒരു ട്യൂമർ വളരുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും ആദ്യം അതാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് കാലിൻ്റെ കാര്യം നോക്കാൻ പറ്റുള്ളൂ. അത് അത്രയും സ്റ്റേജിലായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഓപ്പറേഷൻ ഇപ്പോൾ കാലിൻ്റെ ചെയ്യാൻ പറ്റില്ല എന്നാണ് അന്ന് ഡോക്ടർ ചേച്ചിയോട് പറഞ്ഞത്. ഡോക്ടർ എന്നിട്ട് ഞങ്ങളുടെ നിർബന്ധം പ്രകാരം മാത്രം ഞങ്ങളെ കൊണ്ട് ഒപ്പുവെപ്പിച്ച് ഡോക്ടർ കാലിൻ്റെ ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചു. എന്നിട്ട് കാലിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഞാൻ നടന്നു തുടങ്ങി. ഞങ്ങൾ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ട് ആദ്യം പോയത് ഞങ്ങൾ ജോർദാനിയ ധ്യാന കേന്ദ്രത്തിലേക്കാണ്. അങ്ങനെ അവിടെ വെച്ച് ഈശോ എനിക്കത് പൂർണ്ണ സൗഖ്യം നൽകി. ഡോക്ടർ പോലും ഞെട്ടിപ്പോയി. ഡോക്ടർ പറഞ്ഞു അന്ന് ഒരു മുഴ പോലെയാണ് അതവിടെ കണ്ടിരുന്നത്. പക്ഷേ ഇന്ന് അത് എക്സ്റേ എടുത്തപ്പോൾ അത് എൻ്റെ പകുതിയിലും മേലെ ചുരുങ്ങി പോയിരിക്കുകയെന്ന് പറഞ്ഞ് ഡോക്ടർക്ക് പോലും ഭയങ്കര അതിശയായി. ഇനി അതിനെപ്പറ്റി എനിക്ക് ഒരു ടെൻഷനും ഇല്ല. ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല. എല്ലാം സുഖപ്പെടുത്തി ഈശോയ്ക്ക് നന്ദി. അതിലൂടെ ഞങ്ങളുടെ കുടുംബം വളരെയാണ് ചെയ്തത്. ഞാനും ഭർത്താവും മക്കളായാലും ഇന്ന് ഈശോനെ ഒരുപാട് സ്നേഹിക്കുന്നു. ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന എൻ്റെ ജീവിത പങ്കാളി ആദ്യമൊക്കെ പോയപ്പോൾ എനിക്ക് ഇത്തിരി വിഷമം തോന്നിയിരുന്നു. അപ്പോഴൊക്കെ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കും, നീ കിടന്ന കിടപ്പ് കിടക്കുമ്പോൾ ഒരുപാട് ഈശോയുടെ വാഗ്ദാനങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്ക് വിഷമങ്ങൾ വരുമ്പോഴും ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും നമ്മൾ ഈശോനെ മാത്രം വിളിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് സുഖസന്തോഷമായി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കൽ പോലും ഈശോനെ ചിന്തിക്കുന്നില്ല. അപ്പം എൻ്റെ വേദനകൾ പങ്കുവയ്ക്കാൻ ചില സമയത്ത് ചേട്ടന് കിട്ടാറില്ല. ചേട്ടൻ ശുശ്രൂഷയ്ക്ക് നടക്കുമ്പോൾ എപ്പോഴും സമയത്തിന് എത്താൻ പറ്റാറില്ല. അപ്പോൾ അതെനിക്ക് വേദനിക്കാറുണ്ട്. ഞാൻ ചിലപ്പോൾ ദേഷ്യപ്പെടാറുണ്ട്. പക്ഷേ അത് അപ്പോഴത്തെ ആ ദേഷ്യം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയത്ത് പോലും ഞാൻ തന്നെ എൻ്റെ മനസ്സിൽ എൻ്റെ ഈശോയോട് പറയും, ഈശോയെ സോറി, ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നതിൽ എനിക്ക് ഒരു വിഷമവും, അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. എൻ്റെ ചില സമയത്തെ വിഷമങ്ങളും ബുദ്ധിമുട്ടും വേദനകളിലും ഞാൻ ചിലപ്പോൾ അറിയാതെ ദേഷ്യപ്പെട്ട് പോവുകയാണ്. ഈശോയെ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയും. ഇപ്പോൾ വികാരങ്ങൾ ശരിക്കും നമ്മുടെ ജീവിതത്തെ എക്സ്പ്രസ് ചെയ്യണമെന്ന് നമ്മൾ പറയുകയായിരുന്നു. യേശു ശരിക്കും പറഞ്ഞാൽ മനുഷ്യപുത്രൻ എന്ന നിലയിൽ തൻ്റെ വികാരങ്ങൾ പ്രകടിപ്പിച്ച പല ഉദാഹരണങ്ങൾ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. അച്ഛനത് വാസ്തവത്തിൽ യേശു നമ്മളെ വിസ്മയിപ്പിക്കുന്ന പല ഘട്ടങ്ങളാണ് അതൊക്കെ. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ജനങ്ങളെ കണ്ടപ്പോൾ പറയുന്നു, പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു, അവരുടെ മേൽ ഇടയനില്ലാത്ത ആടുകളെ പോലെയാണ്, അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി. ഈ അനുകമ്പ ഒരു സിമ്പതി അല്ല, എമ്പതിയാണ്. ഫീൽ വിത്ത് അവരുടെ നിസ്സഹായ അവസ്ഥയിൽ പ്രകടിപ്പിക്കുന്നു, ശരിക്കും പ്രകടിപ്പിക്കുന്നു. അതായത് അവരുടെ വിശപ്പ് യേശുവിന് വിശപ്പ് ആണ്. അതാണ് അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഉത്തരമായിട്ട് വരിക. പിന്നെ നായും വിധവയുടെ ആ മകൻ മരിച്ച് കടന്നു പോകുമ്പോൾ കൃത്യമായിട്ട് ബൈബിൾ പറയുന്നത് അവിടുത്തെ മനസ്സ് അലിഞ്ഞു എന്നാണ് പറയുന്നത്. അതിനൊക്കെ ഒരു പ്രോപ്പറായിട്ട് എന്താ വികാരം എന്ന് ചോദിച്ചാൽ അത് നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്ത ഒരു അവളുടെ ദുഃഖത്തിൽ ശരിക്ക് പങ്കുചേരുന്ന അതായത് ആ സ്ത്രീയുടെ ദുഃഖം യേശുവിന്റെ ദുഃഖമായി മാറുകയാണ്, സ്വന്തമായിട്ട് തീരാണ്. അങ്ങനെ വരുമ്പോഴാണ് അവൻ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല, നിൽക്കാൻ പറയുന്നു, പിന്നെ അത്ഭുതത്തിലേക്ക് കടക്കുകയാണ്. ഇതുപോലെ ലാസർ മരിച്ച് അറിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നു, മർത്തായുടെയും മറിയത്തിൻ്റെയും. എന്നിട്ട് ശവകുടീരത്തിങ്കിലേക്ക് പോയിന്നുണ്ട്. പറയുന്നുണ്ട്, നെടുവീർപ്പെട്ടു, അവിടെ നിന്ന് കരഞ്ഞു. ദൈവപുത്രനായ യേശു സാധാരണ ഒരു മനുഷ്യനെ പോലെ എല്ലാവരുടെയും മുന്നിൽ കരയുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അച്ഛാ, ഈ പുരുഷത്വം എന്ന് പറഞ്ഞാൽ കരയാൻ പാടില്ല എന്നും സ്ത്രീകൾക്കാണ് കരച്ചിലെന്നും വലിയ മൂഢധാരണയുണ്ട്. യേശു കരഞ്ഞു എന്ന് പറയുമ്പോൾ ചില പുരുഷവാദികൾ ചിന്തിക്കുന്നുണ്ടാവും, ഇവൻ ഒരു പെണ്ണാണോ? പക്ഷെ അതൊരു വികാരമാണെന്നാ കാണിച്ചു തരട്ടെ. അത് പ്രകടിപ്പിക്കേണ്ട രീതിയിലും ആകെ ലഹള കൂട്ടി കരയണതൊന്നുമല്ല, പക്ഷെ കരയുന്നു, നെടുവീർപ്പിട്ട് മറ്റേ ഉൽപ്പത്തി പുസ്തകങ്ങൾ വായിക്കുന്നുണ്ടല്ലോ, ദൈവം ദുഃഖിച്ചു അല്ലേ? ദൈവത്തിന്റെ വികാരം, മനുഷ്യന്റെ പാപം വർദ്ധിക്കുന്നത് കണ്ട് വേദനിച്ചു എന്ന് പറയും. ശരിക്കും ഈശോയുടെ കാര്യത്തിൽ പറഞ്ഞാൽ ഈശോ പച്ചയായ മനുഷ്യനായിരുന്നു എന്നാണ് ഈ അനുഭവങ്ങളൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുക. ഒപ്പം തന്നെ ദേവാലയത്തിൽ വെച്ച് ഈശോയ്ക്ക് ദേഷ്യമുണ്ടായി, ദേഷ്യം എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ പച്ചയായ മനുഷ്യനായിരുന്നു, വികാരങ്ങൾ യേശുവിനുണ്ടായിരുന്നു. ഒരുപക്ഷെ ദൈവശാസ്ത്രത്തിൻ്റെ ഒക്കെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ട്രെയിനിങ് ഒക്കെ കൊടുക്കുമ്പോൾ പലപ്പോഴും പലരും പറയും,
വൈദികരായാലും അല്ലെങ്കിൽ സന്യസ്തരായാലും അവർ ഈ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ പാടില്ലാത്തവരായിട്ട് അങ്ങനെ ഒരു കാഴ്ചപ്പാട് ജനത്തിനുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ചിലപ്പോഴെങ്കിലും അച്ഛന്മാരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉണ്ടാകാവുന്നതാണ്. ഒരു ഒരു ഹൃദയ കാഠിന്യം പറയാൻ പറ്റില്ല, ഒരു തളർച്ച, ഒരു മന്ദത, എല്ലാറ്റിനോടും ഒരു വിരസത പ്രകടിപ്പിക്കാത്തതാണ്. ഞാൻ ഈ അടുത്തൊരു ശവടുപ്പിന് പോയി. 19 വർഷക്കാലം ഒരു അപകടം പറ്റി മകൻ കിടന്ന് ആ മകൻ മരിക്കുകയാണ്. ലൂർദ് പള്ളിയിലെ മാഷ് അറിയായിരിക്കും. ആ അമ്മ ആ മകനെ പരിചരിച്ച എനിക്കറിയാം, ഞാനുള്ള സമയത്തൊക്കെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ആ മരിച്ചപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ വലിയൊരു വേദന ഒരു ഭാഗത്ത്, മറ്റത് അമ്മ എന്തുമാത്രം സഹിച്ചു. ആ സഹനങ്ങളിലൂടെ ആ അമ്മ തീർച്ചയായിട്ടും നേരെ സ്വർഗത്തിലേക്ക് പോകുന്നു. അച്ഛൻ്റെ സിറ്റുവേഷനിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ കരയാൻ പാടില്ല, നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ കരയാൻ പാടില്ല എന്നുള്ള ഫീലിംഗ് വന്നിട്ട് ചിലപ്പോഴെങ്കിലും അങ്ങനെ കരഞ്ഞിട്ടുണ്ട്. ഓർക്കുന്നത് ഞാൻ ആദ്യമായിട്ട് വികാരിയായിരുന്ന ഒരു സ്ഥലത്ത് 5ാം ക്ലാസ് പഠിക്കുന്നൊരു ചെറുക്കനാണ്. അവൻ സ്കൂൾ വിട്ട് ബസ് ഇറങ്ങി, ബസ്സിൻ്റെ പിന്നിൽ കൂടെ വരുമ്പോൾ അവൻ്റെ തൊട്ട് വീടിൻ്റെ മുന്നിലാണ് ബസ് ഇറങ്ങിയത്. പിന്നിൽ കൂടെ വരുമ്പോൾ ഇപ്പോഴത്തെ ലോറി വന്നു, അവൻ അടിച്ചു, മരിച്ചു. എനിക്ക് തോന്നുന്നു ഞാൻ ആ പോരണവരെ പലപ്പോഴൊക്കെ അവിടെ പോകുമ്പോഴൊക്കെ ആ ചേച്ചിയോട് കൂടെ ചേട്ടൻ്റെ കൂടെ ഇരുന്ന് ഞാൻ കരയാറുണ്ട്. ഞാൻ ഓർക്കാറ് എന്തിനാ കരയണെന്ന് എനിക്കിപ്പോൾ എനിക്ക് വേറെ ഒന്നും അവരോട് പറയാനില്ല. ഇതിൽ ഭയങ്കര ഒരു സംവേദകത്വം അവിടെ പറയുന്നുണ്ട്. മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്കുള്ള തുറവിയാണ് നമ്മുടെ വികാരങ്ങളുടെ പ്രകടനം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കരയുന്ന സമയത്ത് അവിടെ പോയിരുന്ന് കുറച്ചു നേരം അവരുടെ കൂടെ കരയാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു ആ സ്വാന്തനം ഉണ്ടല്ലോ, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീനം അറിയണമെങ്കിൽ ഞാൻ 1-2 ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരിക്കൽ ഞാൻ 5ാം പനി വന്നിട്ട് കിടക്കുകയാണ്. 5ാം പനി എന്ന് പറഞ്ഞാൽ 105 ഡിഗ്രിയാണ് പനി, ജർമ്മൻ മീസിൽസ്. അതൊരു എൻ്റെ കണ്ണും പോലും കാണാണ്ടായി, മുഖം മുഴുവൻ വികൃതമായി, ഉറക്കം വരുന്നില്ലേ. അന്ന് 2 ദിവസമായി ഉറങ്ങിയിട്ട്. ചൂടെന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ തിളച്ച് വരുന്ന പോലെ ചൂട്. അത് ചിക്കൻ പോക്സിന് അങ്ങനെയാണെന്നാണ് പറയുന്നത്. രാത്രി അമ്മ വന്ന് എൻ്റെ അടുത്ത് അമ്മേരെ കൈ എൻ്റെ മേലിട്ടു. 3 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ടാവില്ല, മയക്കുമരുന്ന് കഴിച്ച പോലെ ഞാൻ ഉറങ്ങിപ്പോയി. ഒറ്റ മേല് കൈ വെച്ചുള്ളു. അതായത് ആ ഒറ്റ തലോടല്. അത് ചില സന്ദർഭങ്ങളിൽ എന്തിനാ രോഗമെന്ന് പോലും എനിക്ക് തോന്നണത് സ്നേഹം അനുഭവിക്കാനാണെന്ന്. കാരണം ഇപ്പം അടുത്ത് എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പോൾ എൻ്റെ മക്കളുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ അവിടെ നിൽക്കണു, അപ്പൻ ഇവിടെ നിൽക്കണു. ഞാൻ കാലുമ്മ മുറിവ് പറ്റി കിടന്നപ്പോൾ എന്നെ മക്കളെല്ലാം വന്നിട്ട് ശുശ്രൂഷിക്കണേ. എല്ലാ ദിവസവും കാലത്ത് കുളിക്കാനുള്ള വെള്ളം കൊണ്ടുവന്ന് തരും, ചോറ് കൊണ്ടുവന്ന് തരും, ചായ കൊണ്ടുവന്ന് തരും, മുറിവ് വെച്ച് കിട്ടും. അപ്പം ഇത് കാണുമ്പോൾ മക്കൾക്ക് അമ്മ എങ്ങനെയാണോ ഏത് മക്കൾക്ക് മാത്രമല്ല എനിക്കും ഏത്. അപ്പൊ ചില സ്നേഹവും അത് സ്പർശനാണ്, മുറിവ് വെച്ച് കെട്ടിലാണ്. വീടുകളിൽ ശരിക്കും എനിക്ക് തോന്നാറുള്ളതാണ്, നമ്മൾ സങ്കടമൊക്കെ വരുമ്പോ ആരും അറിയിക്കണ്ട, അവർക്ക് വിഷമമായാലോ അത് ഉള്ളിലിങ്ങനെ പിടിച്ചിരിക്കും. അത് പിടിച്ചിട്ട് പിന്നെ വേറെ ഉള്ളിൽ പോയി കരയും. അത് അങ്ങനെ ഒരു പലപ്പോഴും നിയന്ത്രിതമായി നല്ല രീതിയിൽ പ്രകടിപ്പിക്കേണ്ട വ്യക്തികളോട് പ്രകടിപ്പിക്കേണ്ട രീതിയിൽ ഒരു ബാലൻസ്ഡ് ആയിരിക്കണം അതാണ് ഒരു വൈകാരിക. കരയുന്നവരോടൊപ്പം കരയുക അല്ലേ? എനിക്ക് എൻ്റെ ഞാൻ പഠിച്ചിരുന്ന കാലത്ത്, ഞങ്ങളൊരു സമരത്തിലൊക്കെ ആയിരുന്ന കാലത്ത് ഉണ്ടായ ഒരു പ്രശ്നം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ സമര നേതാവായിട്ട് ഞാൻ ചർച്ചയ്ക്കൊക്കെ ആയിട്ട് തിരുവനന്തപുരത്ത് പോയപ്പോൾ എൻ്റെ ക്ലാസ്സിലുള്ള കുറേ പിള്ളേരെ അറസ്റ്റ് ചെയ്തു, അവർ ജയിലിലിട്ടു. ഈ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അവർ ഇങ്ങനെ മീറ്റിംഗ് കൂടി പ്രതിഷേധിക്കുക. അതിൽ ഞാൻ അവരുടെ അടുത്ത് ചെന്നപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന ചിന്തയിൽ ഞാൻ എൻ്റെ ക്ലാസ്സിലെ പിള്ളേരുടെ ഒക്കെ ഒപ്പം പോയിരുന്ന് അങ്ങോട്ട് കരയാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ അവർക്കെല്ലാം മനസ്സിലായി എനിക്ക് ടോണിക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയെന്നുള്ളൊരു ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു ആ സമയത്ത്. എനിക്ക് കരയാൻ മാത്രമേ പറ്റുള്ളൂ, ഒരക്ഷരം മിണ്ടാൻ പറ്റിയില്ല, ഒന്ന് ആശ്വസിപ്പിക്കാനൊന്നും പറ്റിയില്ല, പോട്ടെ എന്ന് പറയാൻ പറ്റില്ല, കാരണം അപ്പോൾ കരയാണ്. അപ്പോൾ ആ ഒരു അവരോടൊപ്പം കരയാൻ പറ്റുക, ചിരിക്കുന്നവരോടൊപ്പം ചിരിക്കാൻ പറ്റുക, കരയുന്നവരോടൊപ്പം കരയാൻ പറ്റുക എന്ന് പറയുന്നതാണ് ഈശോ നമുക്ക് കാണിച്ചു തരുന്ന മാതൃക എന്ന് ചിലപ്പോഴെങ്കിലും പിള്ളേരോട് അപ്പം കരഞ്ഞിട്ടുണ്ടോ എന്നോട്. സ്വാഭാവികമായിട്ട് കുടുംബത്തിലെ എപ്പോഴും കരയുന്നത് കൂടുതൽ അമ്മയാണല്ലോ, അപ്പനേക്കാളും കൂടുതൽ കരയുന്നത്. ഇന്നത്തെ നമ്മൾ ചർച്ചകൾ പ്രധാനമായിട്ടും കണ്ടത് മനുഷ്യൻ യഥാർത്ഥത്തിൽ
തീവ്ര വികാരങ്ങൾക്ക് അല്ലെങ്കിൽ തീവ്ര വികാരങ്ങളുള്ള ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ചും നമ്മുടെ കുടുംബജീവിതത്തിലും വിവാഹ ജീവിതത്തിലൊക്കെ നമ്മൾ എല്ലാ ഘട്ടത്തിലും വിവാഹ ജീവിതത്തിൻ്റെയും കുടുംബജീവിതത്തിൻ്റെയും ഓരോ ഘട്ടങ്ങളിലും കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴും നമ്മൾ യൗവനകാലത്തും വാർദ്ധക്യത്തിലും ഈ വികാരങ്ങൾ പരസ്പരം എക്സ്പ്രസ് ചെയ്യാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. നമുക്ക് ഈ ഒരു ചർച്ചയിലൂടെ നമ്മൾ കേട്ട കാര്യങ്ങളുടെ വെളിച്ചത്തിൽ കുറച്ചും കൂടി പ്രായോഗികമായിട്ട് നമുക്ക് ചിന്തിക്കാം. ഇന്നത്തെ ഒരു ചർച്ചയിലൂടെ നമ്മളുടെ ജീവിതങ്ങളിൽ പ്രായോഗിക തലത്തിൽ ഒരു പടി കൂടി ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് വയ്ക്കാൻ നമുക്ക് പരിശ്രമിക്കാൻ തോന്നുന്നു. കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും പരസ്പരം ജീവിത സാഹചര്യങ്ങളിൽ സ്നേഹം ഒന്ന് എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ വികാരങ്ങൾ പരസ്പരം ഒന്ന് പ്രകടിപ്പിക്കുന്നവരാകാൻ മക്കളുടെ അടുത്തും അവരെയും അവരുടെ ജീവിത സാഹചര്യങ്ങളൊന്ന് ചേർത്ത് പിടിച്ച് മാതാപിതാക്കളെയും അവരുടെ വയസ്സായ സമയങ്ങളിലാണെങ്കിലും അവരും ഈ വികാരങ്ങൾ എക്സ്പ്രസ് ചെയ്യാനും നമ്മളുടെ സ്നേഹമൊക്കെ കിട്ടാനും അവർ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അല്പം കൂടിയും ആ ഒരു വികാരങ്ങളെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകളുമായി നാം കണ്ടുമുട്ടുന്നവരെ നമുക്ക് ദാമ്പത്യ സ്നേഹത്തിൽ തുടരാം. പ്രാർത്ഥനയോടെ ആയിരിക്കാം.